യെസ്. സോ ഹലോ എവരി വൺ, വെൽക്കം ടു ട്രയൽസ് അക്കാഡമി. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT-യിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സോഫ്റ്റ്വെയർ. ഓക്കെ, സോ എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 7 ടൈപ്സ് ഉണ്ട്. ആ 7 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ജനറൽ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 1 ബന്ധപ്പെട്ടിട്ടുള്ള ഫൗണ്ടേഷൻ വീഡിയോസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഓരോ നമ്മൾ ഈ ഫൗണ്ടേഷൻ വീഡിയോ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സുകളുടെ ഫ്രീ MCQs നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഇതിന്റെ ഒരുപാട് കോൺസെപ്റ്റുകൾ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ നോട്ട്സ്, ഇതിന്റെ PPTs, PYQs, ഓക്കെ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ഇൻഡെപ്തിലോട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോഴ്സിന്റെ ഭാഗമാവാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഐ സ്റ്റാർട്ട് ദിസ് സെഷൻ. എന്താണ് സോഫ്റ്റ്വെയർ? റൈറ്റ്, വളരെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ എൻ്റെ മുന്നിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഫൈൻ. അപ്പൊ എനിക്കിവിടെ ഈ PPT-യിൽ ഞാനിപ്പോൾ സോഫ്റ്റ്വെയറിന് ഹെഡിങ് കൊടുത്തല്ലോ, അതുപോലെ എനിക്ക് ഹാർഡ്വെയറിന് ഹെഡിങ് കൊടുക്കണം. ഫൈൻ. ഇവിടെ എനിക്ക് എന്താണ് ഒരു ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചത്, ഇവിടെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ലാപ്ടോപ്പിൽ ഇതിന്റെ കീബോർഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു, H എന്ന് ആദ്യം ക്ലിക്ക് ചെയ്യാണ്. റൈറ്റ്, അപ്പൊ എന്ത് ചെയ്തു, എന്റെ ഡിസ്പ്ലേയിൽ H ആയിട്ട് കാണിച്ചു. ഞാനിത് ക്ലിക്ക് ചെയ്തിട്ട് എന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിന്റെ ഇടയിൽ എന്തെല്ലോ പ്രോസസ്സ് സംഭവിച്ചിട്ടുണ്ടല്ലോ. റൈറ്റ്, ഞാൻ ഇവിടെ കീബോർഡിൽ H എന്ന് കൊടുക്കുന്ന സമയത്ത് അത് ഡിസ്പ്ലേയിൽ H എന്ന് കാണിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ പ്രോസസ്സുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടത്തുന്ന ഒരു സെറ്റ് ഓഫ് കോഡഡ് ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് പറയാ, സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഒരു യൂസർ ഉണ്ടാവും, ആ യൂസറിന്റെ കയ്യിൽ ഒരു ഹാർഡ്വെയർ ഉണ്ടാവും. ഓക്കെ, ഈ യൂസറും ഈ ഹാർഡ്വെയറിന്റെ ഔട്ട്പുട്ടും തമ്മിൽ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. റൈറ്റ്, ഇപ്പോൾ ഞാൻ ഇവിടെ എന്താണ്, എനിക്കിവിടെ ഒരു കാര്യം ടൈപ്പ് ചെയ്യണം, എന്റെ മുന്നിൽ കീബോർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസർ, ഈ കീബോർഡിയുടെ ഹാർഡ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ എന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഇവിടെ ഒരു ഹാർഡ്വെയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിടയിലുള്ള ഒരു ഗ്യാപ്പ്, ഈ പ്രോസസ്സിംഗ് നടക്കുന്നത് എങ്ങനെയാണ്, സോഫ്റ്റ്വെയർ വഴിയാണ്. റൈറ്റ്, അപ്പൊ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കമ്പണന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഹാർഡ്വെയറിലോട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ആ രീതിയിൽ ട്രാൻസ്മിഷൻ നടത്തുന്ന ആരാണ്, പ്രോസസ്സ് നടത്തുന്ന ആരാണ്, സോഫ്റ്റ്വെയർ ആണ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. റൈറ്റ്, യാ, എന്തെങ്കിലും സംശയം ചോദിക്കാം കേട്ടോ. ഫൈൻ, ഇപ്പൊ അല്ല, നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഡൗട്ട് വെച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. എന്താണ്, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, അല്ല എന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ ദാറ്റ് ടെൽ എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു പെർഫോം എ ടാസ്ക്. അല്ലെ, അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ്, ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ്. അതെന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിനോട് എന്താ പറയുന്നത്, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു പെർഫോം എ ടാസ്ക്. അല്ലെ, എന്ത് ചെയ്യണം എന്നും അത് എങ്ങനെ ചെയ്യണം എന്നും എന്താണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ എന്താണ് കമ്പ്യൂട്ടറിനോട് പറയാണ്. റൈറ്റ്, അൺലൈക്ക് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഈസ് നോട്ട് എ ഫിസിക്കൽ കമ്പണന്റ്. റൈറ്റ്, ഹാർഡ്വെയർ പോലെ നമുക്ക് ഫിസിക്കൽ കമ്പണന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന, ലാപ്ടോപ്പ് കീബോർഡ് ടച്ച് ചെയ്യാം, സ്ക്രീൻ ടച്ച് ചെയ്യാം. പക്ഷെ സോഫ്റ്റ്വെയർ എന്താണ്, അത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കമ്പണന്റ് അല്ല. പകരം എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോഡഡ് ഇൻസ്ട്രക്ഷൻ. റൈറ്റ്, അതെന്താണ്, ഒരു കോഡഡ് ആയിട്ടുള്ള ഈ നമ്മുടെ ഈ കോഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. എന്താ അത് ചെയ്യുന്നത്, ദാറ്റ് കൺട്രോൾ ദി ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കോഡഡ് ഇൻസ്ട്രക്ഷൻ്റെ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ ജോലി. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ആൻഡ് കൺസൈസ്. കൺഫ്യൂഷന്റെ ഒരു ആസ്പെക്ട് ഇതിലില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ് സോഫ്റ്റ്വെയർ എന്നത്. ഓക്കെ, അതാണത് ഇവിടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, എന്താണ്, സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അല്ലെ, അതായത് ഒരു യൂസറും ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു പാലമായിട്ട് ആര് വർക്ക് ചെയ്യാണ്, സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാണ്. allowing users to
ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം, റൈറ്റ്? അതായത് സിസ്റ്റവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് ഈ പറയപ്പെടുന്ന സോഫ്റ്റ്വെയറുടെ എന്തെയാണ് അവിടെ വർക്ക് ചെയ്യാണ്, റൈറ്റ്? ആൻഡ് പെർഫോംസ് വേരിയസ് ഓപ്പറേഷൻസ്, അല്ലെ? നമ്മൾ ഈ സോഫ്റ്റ്വെയർ വഴി നമ്മൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും ഈ പറയുന്ന സോഫ്റ്റ്വെയർ വഴിയാണ്, അല്ലെ? ഡോക്യുമെന്റ്സ് റൈറ്റ് ചെയ്യാനും ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് റൺ ചെയ്യലൊക്കെ നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ്, റൈറ്റ്? ഇതാണ് എന്ത് ബേസിക്സ് ആയിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ കീ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതിന്റെ ഒരു കോർ ബേസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ അഡീഷണലി വേറെയും ഒരുപാട് സോഫ്റ്റ്വെയർ, ഒരുപാടില്ല, കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷെ ഈ മൂന്നെണ്ണം എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് ഈ മൂന്നാളുടെ പണി, എന്താണ്, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതെന്തിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, അവിടെ നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? യു ഹെൽപ്പ് യൂസേഴ്സ് പെർഫോം സ്പെസിഫിക് ടാസ്ക് ഓർ ആക്ടിവിറ്റി. അതായത് യൂസേഴ്സിന് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്കോ ആക്ടിവിറ്റിയോ ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതണം. ഓക്കെ, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യങ്ങൾ ലാപ്ടോപ്പിൽ എവിടെയെങ്കിലും എഴുതണം. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റ് വേർഡ് എടുക്കും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് യൂസർ അതാണ് ഒരു സ്പെസിഫിക് ആയിട്ട് ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിനെ സഹായമാണ് തേടുക, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതേ സമയത്ത് ഇപ്പൊ ക്ലാസ് എടുക്കണം, PPT, മൈക്രോസോഫ്റ്റിന്റെ PPT ആണ്. അതേ സമയത്ത് എനിക്ക് കാൽക്കുലേഷൻസ് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യണം, ടാബിൾസ് ആക്കണം, അതിനെ അനാലിസിസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മൈക്രോസോഫ്റ്റ് എക്സലിലോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യൂസേഴ്സിന് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ റൺ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ന് പറയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. അണ്ടർസ്റ്റുഡ്? യാ. So, application software refers to the computer program designed to help users perform specific tasks or activities. These programs are created to meet the needs of users, such as writing document, making calculation, creating presentation, or browsing the internet. Suppose Chrome, അല്ലെ? Chrome നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ അതെന്താണ്, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അണ്ടർസ്റ്റുഡ്? ഇതാണെന്ത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു PPT ഓപ്പൺ ചെയ്തിട്ട് ഫയലിൽ ന്യൂ സ്ലൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഹാപ്പൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ എന്തുണ്ടാവും, ഈ മൈക്രോസോഫ്റ്റ് PPTക്ക് എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നു, അത് നേരെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റി, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ന്യൂ സ്ലൈഡ്, റൈറ്റ്? ന്യൂ സ്ലൈഡ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഓൾറെഡി എന്താണ് അവിടെ പ്രോഗ്രാംഡ് ആയിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ പറയുന്ന പേരാണ് ഹയർ ഓർഡർ ലാംഗ്വേജ്. ഓക്കെ, ഹയർ ഓർഡർ ലാംഗ്വേജ്, ഫൈൻ. ഇതിനെന്ത് ചെയ്യാണ്, ഇത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. കാരണം ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, പുതിയൊരു സ്ലൈഡിന്റെ മുന്നിലോട്ട് വരണം, റൈറ്റ്? അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു, നേരെ അത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, മെഷീൻ ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഹൈ ഓർഡർ ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജാവ, C++, ഓക്കെ, പൈത്തൺ പോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, മെഷീൻ ലാംഗ്വേജിലോട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. കാരണം എന്താണ്, മെഷീൻ ഇപ്പം ഈ ഒരു ഇതിന്റെ ഉള്ളിലുള്ള ആ മെഷീൻ എന്ത് ചെയ്യണം, ഞാൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ വന്നിട്ടുള്ള ഒരു ഇൻപുട്ട് കൃത്യമായിട്ട് മനസ്സിലാവണം, റൈറ്റ്? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ലാംഗ്വേജ് നേരെ എന്ത് ചെയ്യുന്നു, മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലോ ഓർഡർ ലാംഗ്വേജ്. ഓക്കെ, ഫൈൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് മെഷീൻ എന്ത് ചെയ്യാണ്, ഓക്കെ, ന്യൂ സ്ലൈഡ് ആണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നു. അതെന്ത് ചെയ്യുന്നു, നേരെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നു, റൈറ്റ്? അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലാണ് അതിന്റെ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ പ്രോഗ്രാം ലാംഗ്വേജ് എന്ത് ചെയ്യാണ്,
അതിലൂടെ പാസ് ചെയ്യുന്നു ഫസ്റ്റ് പ്രോസസ്സ്. അത് നേരെ എന്ത് ചെയ്യുന്നു, മെഷീന് മനസ്സിലാകാനും വേണ്ടി ഒരു മെഷീൻ ലാംഗ്വേജിലോട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ഹയർ ഓർഡർ ലാംഗ്വേജും അതുപോലെ തന്നെ ലോ ഓർഡർ ലാംഗ്വേജും. അവസാനം എന്ത് ചെയ്യാണ്, അത് ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു തരികയാണ്. റൈറ്റ്. ഇതാണ് എന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. ഇതെന്താണ്, മാനേജ് ആൻഡ് കൺട്രോൾ ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇപ്പൊ ലിനക്സ്, വിൻഡോസ് ഫോർ എക്സാമ്പിൾ. ഇപ്പൊ വിൻഡോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ വിൻഡോസിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, വിൻഡോസിന്റെ ഉള്ളിൽ നിന്നാണ്. റൈറ്റ്. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലിനക്സ് എടുക്കാം. ഓക്കെ, ലിനക്സ് ഫൈൻ. അല്ലെങ്കിൽ മാക്, ഇപ്പൊ മാക്കിനാണെങ്കിൽ മാക് OS ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് എന്തുണ്ട്, പിന്നെ ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, സോ സിസ്റ്റം സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ദി പ്രോഗ്രാംസ് ദാറ്റ് മാനേജ് ആൻഡ് കൺട്രോൾ ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, it act as an interface between the user application software and the hardware. Okay, ഈ ഹാർഡ്വെയറും അതുപോലെ തന്നെ യൂസറിന്റെ ഇടയിലും എന്താണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഇന്റർഫേസ് എന്താണ്. ഇപ്പൊ വിൻഡോസിന്റെ ഇന്റർഫേസിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ആ ഒരു പ്രതലത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, വിൻഡോസ് എന്ന് പറയുന്ന പ്രതലത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന എല്ലാ സർക്യൂസും ചെയ്യുന്നത്. റൈറ്റ്. എക്സൽ ആയിക്കോട്ടെ, PPT ആയിക്കോട്ടെ, MS വേർഡ് ആയിക്കോട്ടെ. റൈറ്റ്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ബേസ് പ്രതലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. Okay, it acts as an interface between the user application software and the hardware components of a computer. That is second point. Examples of system software including operating system, device drivers and utility programs that help the computer functions efficiently. Okay, ഒരു കമ്പ്യൂട്ടർ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി എന്താണ്, അവിടെ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു പരിധിക്കപ്പുറം റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റാത്തത്. ഞാൻ കഴിവിന്റെ പരമാവധി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ പഠിക്കുക. അധികം നമ്മൾ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേംസുകൾ നിങ്ങൾ മറന്നുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ ടെക്നിക്കൽ ടേംസോട് കൂടി തന്നെ എന്ത് ചെയ്യുക, കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് അവസാനം വരുന്ന പ്രധാനപ്പെട്ട മൂന്നിലൊരാളാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്നല്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഡിസൈൻഡ് ടു മെയിൻറ്റെയിൻ, മാനേജ് ആൻഡ് ഓപ്റ്റിമൈസ് ദി പെർഫോമൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്യാൻ, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെയാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം വൈറസ് പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ. കാരണം വൈറസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അല്ലെ. അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്ത്, ഓക്കെ, ഡിസ്ക് ക്ലീനിങ്, ഫയൽ മാനേജ്മെന്റ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് എന്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തീരുക എന്നുള്ളതാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. So I hope the concept is clear, right? Yeah. So utility software refers to system programs designed to maintain, manage, and optimize the performance of a computer system. Okay, it helps the operating system in performing maintenance tasks such as virus protection, disk cleaning, file management, and system monitoring, ensuring that the computer runs efficiently and securely. അല്ലെ, എഫിഷ്യന്റ് ആയിട്ടും അതുപോലെ തന്നെ സെക്യൂർഡ് ആയിട്ടും നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യലാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് പ്രധാനപ്പെട്ട 3 സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ വരുന്നതാണ് ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഈ പറയുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഓക്കെ, യാ. നെക്സ്റ്റ് വരുന്നതാണ് ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതർ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് പ്രൊപ്രേറ്ററി സോഫ്റ്റ്വെയർ അല്ലെ. പ്രൊപ്രേറ്റർഷിപ്പ് എന്നെല്ലാം കേട്ടിട്ടില്ലേ നിങ്ങൾ അല്ലെ.
എന്താണ് പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു ഓണർഷിപ്പ് ആണ് അല്ലെ. അപ്പൊ നോക്കാം എന്താ സംഭവം എന്നുള്ളത്. പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ കമ്പനി ഓർ ഡെവലപ്പർ ആൻഡ് ഇറ്റ്സ് സോഴ്സ് കോഡ് ഈസ് നോട്ട് ഫ്രീലി അവൈലബിൾ ടു ദി പബ്ലിക് അല്ലെ. എല്ലാ സോഫ്റ്റ്വെയറിനും എന്തുണ്ടാവും? ഒരു സോഴ്സ് കോഡ് ഉണ്ടാവും അല്ലെ. സോഴ്സ് കോഡ് വഴിയാണ് ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ICT കമ്പ്യൂട്ടറുമായിട്ട് അത്ര അടുപ്പില്ലാത്ത ആളുകൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഫുഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം ചില ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലെ. ചില ബിരിയാണി നമ്മൾ എന്താ പറയാ, നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ലെവലിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ ചില ആളുകൾ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ റെസിപ്പി ഒന്ന് തരും ചെയ്യും അല്ലെ. അപ്പോ റെസിപ്പി ചോദിക്കുന്ന സമയത്ത് ആ ആളെന്ത് ചെയ്യില്ല, റെസിപ്പി തരൂല. ആ ആ റെസിപ്പി തരാത്ത സോഫ്റ്റ്വെയർ ആണെന്ത്? പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ. അതായത് എല്ലാ സോഫ്റ്റ്വെയറിനും പിന്നിൽ എന്തുണ്ടാവും? ഒരു സോഴ്സ് കോഡ് ഉണ്ടാവും. ആ സോഴ്സ് കോഡ് എന്തല്ല, ഫ്രീ ആയിട്ട് പബ്ലിക്കിന് അവൈലബിൾ അല്ലാത്ത സോഫ്റ്റ്വെയർസ് ഉണ്ടാവുമല്ലോ. അതായത് സോഴ്സ് കോഡ് ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ലാത്ത സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് പറയാം? പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഓക്കെ. Users must usually purchase a license or obtain permission to use the software and they are not allowed to modify or distribute it without the owner's approval. അല്ലെ, ഓണേഴ്സിന്റെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ മോഡിഫൈ ചെയ്യാനോ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ നമുക്ക് എന്തല്ല, അതിന് പെർമിസിബിൾ അല്ല. ഓക്കെ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് പറയാം? പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഓക്കെ, ഫൈൻ. പിന്നെ വരുന്ന എന്താണ്? ഷെയർവെയർ സോഫ്റ്റ്വെയർ. നമുക്ക് എന്താണ് ഷെയർവെയർ സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. 1 second. Yeah. Shareware is a type of software that is distributed free of cost for a limited period or with limited features, allowing users to try the software before purchasing the full version. Okay. After the trial period or usage limit, the users are usually required to pay for a license to continue using all the features of the software. Like ചില സോഫ്റ്റ്വെയർസ് ഉണ്ടാവില്ല, നമുക്ക് എന്താണ് 30 ദിവസത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കതിനെ പേയ്മെന്റ് നടത്തേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം റിസർച്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് പി എൽ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഡാറ്റ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ എന്താ ഈ സ്മാർട്ട് പി എൽ എസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് അവിടെ പിന്നെ ഒരു തവണ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഒരു തവണ നമുക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. അതും എന്താണ് കറക്റ്റ് 30 ദിവസത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ലൈസൻസ് വാങ്ങണം. ഓക്കെ, ഒരു എമൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് വാങ്ങണം. ഓക്കെ, ഇതാണ് ഈ പറയുന്ന സ്മാർട്ട് പി എൽ എസ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തിലേക്ക് എന്ത് ചെയ്യും, ലിമിറ്റഡ് പീരീഡിനോട്ട് നമുക്ക് അത് ഫ്രീ ആയിട്ട് തരും. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു പിന്നെ സോഫ്റ്റ്വെയറുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, അത് നമ്മൾ ചെയ്ത് നോക്കുന്നു, അത് നമ്മൾ യൂസ്ഡ് ആകുന്നു. അങ്ങനെ നമ്മൾക്ക് അത് കംപ്ലീറ്റ്ലി കംഫർട്ട് ആണെന്ന് ഒരു 30ാമത്തെ ദിവസം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഷെയർ വെയർ സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇല്ല കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആട്ടോ. സോറി. Open source software refers to the softwares whose source code is freely available to the public. മുന്നേ നമ്മളെ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറിൽ എന്തായിരുന്നു, അതിന്റെ കൂട്ടുകളൊന്നും പറഞ്ഞു തരില്ല അല്ലെ, സോഴ്സ് കോഡ് പറഞ്ഞു തരില്ല. പക്ഷെ ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സോഴ്സ് കോഡൊക്കെ എന്താണ് നമുക്ക് ഓപ്പൺ ആയിട്ട് തരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അലോയിങ് യൂസേഴ്സ് ടു യൂസ്, അതിനെ യൂസ് ചെയ്യാം, അതിനെ സ്റ്റഡി ചെയ്യാം, അതിനെ മോഡിഫൈ ചെയ്യാം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. അവർക്ക് എന്താണ്, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് പറയുന്ന പേരാണെന്ത്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലെ. അതായത് ഞാൻ ബിരിയാണി ആക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് എന്റെ ബിരിയാണി ഇത്രയ്ക്കും അടിപൊളി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേറെ ആളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തോടു കൂടി അല്ലെ, തുറന്ന മനസ്സോടു കൂടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ പേരിട്ടുണ്ടല്ലേ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ഒരു ഓപ്പൺ ബുക്ക് ആണ്. റൈറ്റ്. It is usually developed collaboratively by programs and communities and it will promote transparency, flexibility and innovation in software development. അല്ലെ, ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ എന്താണ് എല്ലാവരും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു ഡെമോക്രാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാണ് എന്ത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ കുറച്ച് കോൺസെപ്റ്റ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്നതാണ് ഫ്രീ വെയർ സോഫ്റ്റ്വെയർ. ഓക്കെ, എന്താണ് ഫ്രീ വെയർ സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. ഫ്രീ വെയർ refers to the software that is available to users completely free of cost and can be used without paying any license fee. Okay, however, unlike open source software, the source code is usually not available. Okay, and users are generally not allowed to modify the software. Okay, freeware software വരുമ്പോൾ എന്താണ് അവിടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്തല്ല, അതിന്റെ സോഴ്സ് കോഡ് എന്ത് ചെയ്യില്ല, ഓപ്പൺ ആയിട്ട് നമുക്ക് തരൂല. ഓക്കെ, അത് കുറച്ചും കൂടി ആ പുള്ളിക്കാരൻ പറയുന്നൊരു അർത്ഥം ഉണ്ട് അല്ലെ. ഫ്രീ ആയിട്ട് യൂസ് ചെയ്തോ, പക്ഷെ എന്താണ് ഓപ്പൺ സോഴ്സ് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരൂല. ഓക്കെ, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി ഫോർ പബ്ലിക് യൂസ് അല്ലെ. ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ് ഇൻഡിവിജ്വൽസും കമ്പനീസ് ഒക്കെ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ട് എന്താണ് പബ്ലിക്കിന് വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. റൈറ്റ്, ഇതാണ് എന്ത് ഫ്രീവെയർ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഇതിന്റെ നമ്മുടെ MCQs, PYQs കാര്യങ്ങളൊക്കെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് അയ്യോ ഇതിന്റെ മോക്ക് ടെസ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നേ പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQs കൃത്യമായിട്ട് അടിസ്ഥാനമാക്കി സിസ്റ്റമാറ്റിക് ആക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു PYQ സ്ട്രക്ചർ ഉണ്ട്. അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ കോഴ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, so yeah, so that's all about today's session. So we'll see you on the next session. Till then, bye and thanks everyone.